കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് മാസങ്ങൾക്ക് ശേഷം ശാപമോക്ഷമായിരിക്കുകയാണ്. 5 മാസമായി പൊടി പിടിച്ച് കിടക്കുകയായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഓടിത്തുടങ്ങിയത്. ലക്ഷങ്ങളുടെ വാഹനങ്ങൾ നശിക്കുന്ന വാർത്ത ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും. അനഘ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും നൽകുക. അനഘ, എന്തായാലും അഭിമാനത്തോടു കൂടി പറയാം, കാരണം ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയെങ്കിലും ഇത് പൊടി പിടിച്ച് കിടക്കുന്നത് നമ്മൾ വാർത്തയാക്കിയിരുന്നു. അതിനെ തുടർന്ന് ഇതിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. കോഴിക്കോട് നഗരസഭയാണ് ഇത്തരത്തിൽ മാലിന്യ ശേഖരണത്തിനായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങിയിരുന്നത്. പക്ഷേ അത് ഉപയോഗശൂന്യമായി പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ജനം TV സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് ഈ തെറ്റ് തിരുത്താൻ നഗരസഭ തയ്യാറായി എന്നതാണ് ഇന്ന് നമ്മൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അനഘ വളരെ അഭിമാനത്തോടു കൂടി ഈ വാർത്ത പറയുകയാണ്. കാരണം 5 മാസമായി ഇത്തരത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ അവിടെ പൊടി പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിൽ ഉപയോഗപ്രദമാകുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷെ അതിന് ഇപ്പോൾ ഒടുവിൽ നമ്മുടെ വാർത്തയ്ക്ക് ശേഷം നടപടി ആയിരിക്കുകയാണ് അല്ലേ? സത്യത്തിൽ നമ്മളാണ് ഈ വാർത്ത ആദ്യം പുറംലോകത്ത് എത്തിച്ചത്. ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ആ വാഹനം അവിടെ പൊടി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഉണ്ടാവുക. ഈ വാർത്തയ്ക്ക് നമ്മൾ കൊടുത്ത വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാട്ടുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ റോഡുകളും പാതയോരങ്ങളും അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന ഈ മാലിന്യങ്ങൾ ശേഖരിക്കാനും കൊണ്ടുപോകാനും ഒക്കെയാണ് കോർപ്പറേഷൻ 90 ലക്ഷം രൂപ മുടക്കി ഈ കാട്ടുകൾ വാങ്ങിയത്. എന്നാൽ ഈ രജിസ്ട്രേഷൻ നടപടികൾ വൈകിയതിനാൽ ഈ കോഴിക്കോട് തന്നെയുള്ള ടാഗോർ വളപ്പിൽ മാസങ്ങളായിട്ടായിരുന്നു ഈ വാഹനങ്ങൾ പൊടിപിടിച്ച് കിടക്കുന്നതുണ്ടായിരുന്നത്. ഈ വാർത്തയായിരുന്നു നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഈ കാട്ടുവാഹനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ നഗരസഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് വലിയൊരു നമ്മുടെ വാർത്തയുടെ ഒരു ഇമ്പാക്ട് കൂടിയാണ്. മാത്രമല്ല, മാലിന്യ ശേഖരണവും സംസ്കരണവും വേഗത്തിലാക്കാൻ വാങ്ങിയ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊടിപിടിച്ച് കിടക്കുന്നത് വലിയ നഷ്ടത്തിലേക്കൊക്കെ തന്നെയായിരുന്നു പോവുക. ശരി, അതിന് ശേഷമാണിത് വാർത്തയാക്കിയതും പിന്നീട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നത്.